പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇതുവരെ കിടന്നല്ലേ? ഇതൊക്കെ ഇനി നാളെ ചെയ്യാം. പോയി കിടന്നോളൂ. ഇപ്പൊ കഴിയും അമ്മേ, ഇത്രയും കൂടിയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഇഷ്ടം പോലെ ചെയ്തോ. ചേട്ടത്തി ചേട്ടത്തി ഉറങ്ങിയില്ലായിരുന്നു? ഇല്ല സാറേ, കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു. ചേട്ടത്തി എനിക്കൊരു ഉപകാരം ചെയ്യാവോ? അയ്യോ, എന്താ സാറേ? കഴിഞ്ഞ ദിവസത്തെ പോലെ എനിക്ക് കുറച്ച് തക്കാളി സൂപ്പ് ഉണ്ടാക്കി തരുമോ? അയ്യോ, അതിനെന്താ, തരാലോ. അല്ല, ചേട്ടത്തിക്ക് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്, സന്തോഷമല്ലേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം. എന്നാ പിന്നെ ഞാൻ അപ്പുറത്ത്. ദത്തനെന്താ ഇവിടെ? അല്ല, അത് പിന്നെ മുത്തശ്ശി അവക്ക് സൂപ്പ് വേണമെന്ന്. ഈ പാതിരാത്രയ്ക്കോ? ഞാനും തന്നെയല്ലേ ചോദിച്ചേ. അവക്ക് പക്ഷെ ഒരേ വാശി. അതിനൊക്കെ ആരമ ഉണ്ടാക്കുന്ന സൂപ്പ് അവള് കുടിക്കുവോ? അതിന് ഏട്ടത്തിയുടെ പേര് ആര് പറയുന്നു? ഈ സൂപ്പ് ഞാൻ ഉണ്ടാക്കുന്നല്ലേ. ഭർത്താക്കന്മാരുടെ ഒരു ഗതികേടെ. പോലീസും പട്ടാളവും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഭാര്യമാരുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിന്നല്ലേ പറ്റൂ. എന്തത്? തക്കാളി സൂപ്പ്. ഇതിങ്ങനെ ഇത്ര പെട്ടെന്നുണ്ടാക്കി? നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? കുടിച്ചാ പോരെ? പോരാ. ഇതാരാ ഉണ്ടാക്കിയേ? ഞാനാ. എന്താ അതാ ഞാൻ ഉണ്ടാക്കിയ സൂപ്പ് ഉണ്ടാവൂലേ? ഗതികെട്ട നമ്മൾ എന്ത് പരീക്ഷണം നടത്തുമല്ലോ. നീ കുടിച്ചു നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? എന്റെ അമ്മോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടിപൊളി. എന്തൊരു സ്വാദാ ഇതിന്. നേര് പറ ദത്തേട്ടാ, ഇത് ദത്തേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണോ? പിന്നല്ലാതെ. നീ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നുണ്ട് ആമി. ഇങ്ങനെ നിരവധി അനവധി പരീക്ഷണങ്ങളിലൂടെയല്ലേ നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. നിനക്ക് എന്ത് വേണം? സൂപ്പോ, ബിരിയാണിയോ, കുഴിമന്തിയോ, എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. നിന്റെ ഇത് എത്താട്ടം ഉണ്ടാക്കി തരില്ലേ? ഓ സത്യം. ഞാൻ പിന്നെ ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എടി, എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചത്? എടി, ഞാൻ ശരിക്കും ഒരു സംഭവമാടി. ഇനിയങ്ങ് പോരെ, അവരായി അവരുടെ പാടായി.